നമസ്കാരം. ഇറാനിൽ ഇപ്പോൾ കഴിഞ്ഞത് ഒരു പ്രക്ഷോഭമാണെന്നാണ് ധാരാളം ആൾക്കാർ കരുതുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പ്രക്ഷോഭമായിരുന്നില്ല. പ്രത്യേകിച്ചും ഇറാനിലെ ജനങ്ങൾ നടത്തിയ ഒരു പ്രക്ഷോഭമായിരുന്നില്ല. മറിച്ച് അതൊരു വലിയ വിപ്ലവമായിരുന്നു. ഒരുപക്ഷെ 1979 നടന്ന വിപ്ലവത്തേക്കാൾ വലുതായിട്ട് മാറുമായിരുന്ന ഒരു വിപ്ലവം. ഈ കലാപം പൂർണ്ണമായിട്ടും നടത്തിയത് വിദേശികളാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ളതിന് നിഷേധിക്കാനാവാത്ത തെളിവുകൾ നിരവധി വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. അതിലൊരെണ്ണം ഒക്ടോബർ മാസം 2025 ഹാരിറ്റ്സ് എന്ന് പറയുന്ന ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ്. ഇസ്രായേൽ റേസ പെഹ്ലാവിയെ ഇറാൻ്റെ അടുത്ത രാജാവാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. നമ്മൾ ജനുവരി 3-ാം തീയതി അമേരിക്കയുടെ CIA ചീഫ് മൈക്ക് പോംപിയോ പറഞ്ഞ ഒരു കാര്യം കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, ഇറാനിലെ തെരുവുകളിൽ പ്രക്ഷോഭം നടത്തുന്ന എല്ലാവർക്കും ഞാൻ ന്യൂ ഇയർ ആശംസിക്കുന്നു, ഒപ്പം നിങ്ങളുടെ കൂടെയുള്ള മൊസാദിൻ്റെ ഏജൻറ്റുമാർക്കും. മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഇറാനിലെ തെരുവുകളിൽ ഉണ്ട് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അമേരിക്കൻ CIA ചീഫാണ്. ഇനി മൊസാദ് തന്നെ അത് നേരിട്ട് പറഞ്ഞത് നമ്മൾ വായിച്ചതാണ്. മൊസാദ് ഇറാനിലെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സമരം ചെയ്യുക, പ്രക്ഷോഭം നടത്തുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങ് അകലെ ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു വാഗ്ദാനമല്ല, ലിറ്ററലി ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഗ്രൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഇപ്പോൾ നടന്ന കലാപം, പ്രക്ഷോഭം പൂർണ്ണമായിട്ടും മൊസാദ് നിയന്ത്രിച്ച, മൊസാദ് നടപ്പിലാക്കിയ, നേരിട്ട് ഇടപെട്ട ഒന്നാണ്. ഇതവരുടെ അറ്റകൈ പ്രയോഗമായിരുന്നു. നമുക്കറിയാം, ജൂൺ മാസത്തിൽ ഒരു യുദ്ധം ഇസ്രായേൽ നടത്തിയിരുന്നു. അവർ ആ സമയത്ത് ശ്രമിച്ചത് മിലിറ്ററി ആക്ഷനിലൂടെ ഇറാനെ തകർത്ത് കളയാമെന്നാണ്. എന്നാൽ ഇറാൻ്റെ കൈയുടെ ചൂട് അറിഞ്ഞു വന്നപ്പോഴേക്കും ഇസ്രായേൽ നല്ലപോലെ പൊള്ളി. ഇനിയും യുദ്ധം നീണ്ടു കഴിഞ്ഞാൽ തങ്ങളുടെ രാജ്യം പോലും നിലവിൽ കാണില്ല എന്ന് തിരിച്ചറിഞ്ഞ നെതന്യാഹു ട്രംപിൻ്റെ കാൽക്കൽ വീണാണ് രക്ഷപ്പെട്ടത്. ട്രംപ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. അപ്പോൾ ഒരു മിലിറ്ററി ആക്ഷനിലൂടെ, ഒരു യുദ്ധത്തിലൂടെ ഇറാനെ തീർത്ത് കളയാം എന്ന് ഇസ്രായേൽ ചിന്തിക്കുന്നില്ല, ആരും ചിന്തിക്കുന്നില്ല. പിന്നെന്താണ് പോംവഴി? ആ പോംവഴി അന്നും അവർ പയറ്റി നോക്കിയതാണ്. അന്ന് ആ യുദ്ധം നടന്നപ്പോൾ നെതന്യാഹു പറഞ്ഞു, ഞങ്ങളുടെ യുദ്ധം ഇറാനിലെ ജനങ്ങളോടല്ല, മറിച്ച് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭരണകൂടത്തോടാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കുക, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. പക്ഷേ ഇറാനികളാരും അവരുടെ ആ വാക്ക് കേട്ടില്ല. അവർക്ക് നന്നായിട്ടറിയാം ഇസ്രായേലിനെ, അവർക്ക് അവരുടെ സർക്കാരിനെ നന്നായിട്ടറിയാം. അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിൻ്റെ ഒപ്പം നിന്ന്. എന്നാൽ അത് മാത്രമേ ഉള്ളൂ പോംവഴി എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. ഇറാനിയൻ ജനത തന്നെ അവിടുത്തെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും വലിച്ചെറിയണം. പകരം അവർ റേസ പെഹ്ലാവിയെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അതായത് പഴയ ഷാ രാജവംശത്തിൻ്റെ ഇപ്പോഴത്തെ അനന്തരാവകാശിയായിട്ടുള്ള റേസ പെഹ്ലാവിയെ അടുത്ത ഇറാൻ രാജാവാക്കാനോ ഇറാൻ്റെ പ്രധാനമന്ത്രിയാക്കാനോ ഒക്കെ ആയിട്ട് അവർ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. റേസ പെഹ്ലാവി അതിനുവേണ്ടി കൈയും കഴുകി ഉടുപ്പോ നിക്കറുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയുമാണ്. അപ്പോൾ എങ്ങനെ അവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കാം എന്നതിന് അവരിതുവരെ പയറ്റി വന്ന ഒരു മാർഗവും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് അവരെത്തിപ്പെട്ടതും അവരെ നടപ്പിലാക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഇറാൻ ഭരിക്കുന്ന സർക്കാർ നേരിട്ട ഏറ്റവും വലിയൊരു പരീക്ഷയായിരുന്നു ഈ പ്രക്ഷോഭം. അതിൻ്റെ കാരണം രണ്ടുണ്ട്. ഒന്ന്, അവർ പ്രശ്നം നേരിടുന്നത് തങ്ങളുടെ തന്നെ ജനതയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് വിദേശത്ത് നിന്ന് ചാരന്മാരാണെന്ന് അവർക്കറിയാം. എങ്കിലും ഒരുപാട് ജനങ്ങൾ, ഇറാനിലെ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരുന്നു. അപ്പോൾ ഒരു ശത്രുവിനെ എന്ന പോലെ അവർക്ക് തങ്ങളുടെ ജനങ്ങളോട് ഇടപെടാൻ പറ്റില്ല. ഒപ്പം അവർക്ക് മേൽ വളരെ വലിയൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അത് ട്രംപിൻ്റെ വകയാണ്. ട്രംപ് പറയുന്നത് ഇറാനിലെ ജനങ്ങൾ സമരം ചെയ്യുന്നത് അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, സമാധാനപരമായിട്ടാണ്, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ അവരെ അടിച്ചമർത്താൻ ഇറാനിയൻ സർക്കാർ ശ്രമിച്ചാൽ, അവരെ കൊലപ്പെടുത്തിയാൽ അമേരിക്ക ഇടപെടും. അതുകൂടാതെ ട്രംപ് പറയുകയാണ് സമരക്കാരോട്, നിങ്ങൾ ധൈര്യമായിട്ട് സമരം ചെയ്തു, സർക്കാരിൻ്റെ ഓഫീസൊക്കെ പിടിച്ചെടുത്തു, ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾക്കുള്ള സഹായം ഏത് സമയത്ത് അവിടെ എത്തും, അങ്ങോട്ട് വരാൻ അമേരിക്കൻ ട്രൂപ്പുകൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമ്മർദ്ദം, അതായത് സമരം ചെയ്യുന്ന ആൾക്കാരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്ക
യുദ്ധത്തിന് വരും എന്നുള്ള ഭീഷണി, ഒപ്പം തങ്ങളുടെ തന്നെ പൗരന്മാരെ എങ്ങനെയാണ് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുക എന്നുള്ള വളരെ വലിയ ഒരു ആശയക്കുഴപ്പത്തിലേക്ക്, അല്ലെങ്കിൽ വളരെ വലിയൊരു സമ്മർദ്ദത്തിലേക്ക് ഇറാൻ എത്തിപ്പെട്ടു എന്നാണ് സത്യം. ഈ ഒരു സാഹചര്യം നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കണം. ഇപ്പം നമ്മുടെ രാജ്യത്താണ് നടക്കുന്നതെങ്കിൽ, നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ഇവിടുത്തെ സർക്കാരിനെതിരെ തിരിയുകയും എല്ലായിടത്തും കലാപം നടത്തുകയും ചെയ്യുകയും ആ കലാപകാരികളെ നമ്മുടെ സർക്കാർ നേരിട്ട് കഴിഞ്ഞാൽ അമേരിക്ക പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ സർക്കാരിന് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ ഇറാൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തതാണ് നമ്മൾ കാണുന്നത്. ഇറാൻ അമേരിക്കയുടെ ഭീഷണിയെ വകവെച്ചില്ല. കലാപകാരികളുടെ കൂട്ടത്തിൽ നിന്നും ആരാണോ പുറത്തുനിന്ന് വന്ന് പ്രശ്നമുണ്ടാക്കുന്നവർ അവരെ ചികഞ്ഞ് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉപയോഗിച്ചു. മൊസാദിൻ്റെ ഏജൻറ്റുമാരാണ് ഇറാൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയത്. ഏതാണ്ട് 5000-ഓളം പേര് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ 500-ഓളം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട്. ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ഒരിക്കലും ഇറാനിയൻ ജനതയല്ല, മറിച്ച് അവരുടെ ഇടയിൽ കടന്നുകൂടിയ മൊസാദിൻ്റെ ചാരന്മാരാണ് കൊലപ്പെടുത്തിയത്. അതേപോലെ തന്നെ കൊല്ലപ്പെട്ട 5000-ഓളം പേരിൽ പലരെയും കൊലപ്പെടുത്തിയത് ഈ മൊസാദിൻ്റെ ചാരന്മാരാണെന്നാണ് പറയുന്നത്. കാരണം മരണസംഖ്യ കൂടിക്കഴിഞ്ഞാൽ, കലാപം രൂക്ഷമായി കഴിഞ്ഞാൽ ഇറാനിയൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കലാപകാരികളെ അതിശക്തമായിട്ട് അടിച്ചമർത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഉറപ്പുണ്ട് അമേരിക്ക ഇടപെടും. എങ്ങനെയും അമേരിക്ക ഇടപെടുത്തുക. ഇസ്രായേലിന് ഇറാനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏക പ്രതീക്ഷ അമേരിക്ക വന്ന് ഇറാനെ തകർക്കണമെന്നതാണ്. അപ്പോൾ എങ്ങനെയും അമേരിക്കൻ ട്രൂപ്പുകളെ അവിടെ എത്തിക്കാൻ വേണ്ടി മൊസാദിൻ്റെ ചാരന്മാരെ കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ അവർക്ക് മുകളിൽ ചിന്തിച്ചു ഇറാൻ. അവർക്ക് മുകളിൽ ചിന്തിച്ചുകൊണ്ട് അവരെ ചെകഞ്ഞ് കണ്ടുപിടിച്ചു. ഇറാൻ അവരുടെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ മൊത്തം ഉപയോഗിച്ചാണ് കലാപകാരികളെ നേരിട്ടത്. വളരെ ഭംഗിയായിട്ട് തന്നെ അവർ നേരിട്ടു, വളരെ ഭംഗിയായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്തു, കലാപം ഇല്ലാതാക്കി. കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷം പേരും മൊസാദിൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ടവരും അതുപോലെ തന്നെ മൊസാദിൻ്റെ ഏജൻറ്റുമാരുമാണ് കൊല്ലപ്പെട്ടത്. ഇറാൻ സെക്യൂരിറ്റി തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്തത് പുറത്തു നിന്നും കടന്നു വന്ന കലാപകാരികളെയാണ് കൂടുതലും. അവരുടെ രാജ്യത്ത് നിന്ന് സമരം ചെയ്ത ആൾക്കാരെയും അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു കോമ്പിംഗ് ആണ് ഇറാൻ നടത്തിയത്. ആ കോമ്പിങ്ങിലൂടെ വേണ്ടപ്പെട്ടവരെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ, വലിയ വലിയ ക്രിമിനൽസിനെ കൊന്നു തള്ളിയപ്പോൾ കലാപം ഇല്ലാതായി. ഇപ്പോൾ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ആരാണ്? നെതന്യാഹുവാണ്. നെതന്യാഹുവിൻ്റെ വളരെ വലിയൊരു സ്വപ്നമാണ് മിഡിൽ ഈസ്റ്റ് താൻ ഭരിക്കുക, അല്ലെങ്കിൽ ഇസ്രായേൽ ഭരിക്കുക എന്നുള്ളത്. അത് നെതന്യാഹുവിൻ്റെ മാത്രമല്ല, അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്ന യഹൂദന്മാരുടെ സ്വപ്നമാണ്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ തങ്ങളുടെ കൺട്രോളിലാണ്. ബാക്കി ലോകം മൊത്തം ഇൻഡയറക്റ്റ്ലി അവർ കൺട്രോളിലാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റ് ഡയറക്റ്റ്ലി തങ്ങളുടെ കൺട്രോളിലാവണം എന്നവർ ആഗ്രഹിക്കുന്നു. അവർക്ക് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മുമ്പിലെ ഏക വിലങ്ങുതടി ഇറാനാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യമാണ് ഇസ്രായേലിൻ്റെ ഏകാധിപത്യത്തിന് മിഡിൽ ഈസ്റ്റിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതിനവർ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ തകർക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇറാൻ വീണ്ടും വീണ്ടും കൂടുതൽ കരുത്തരായിട്ട് മാറുന്നു എന്ന സത്യമാണ്. കഴിഞ്ഞ യുദ്ധത്തോടുകൂടി തന്നെ അവർക്ക് ഒരുപാട് മാറ്റമുണ്ടായി. ഇപ്പോഴത്തെ ഈ ആഭ്യന്തര കലാപത്തോടെ ഇനിയും അത്തരത്തിലുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായ ചിത്രം ഇറാനുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരു കലാപത്തിലൂടെ ഇറാനിയൻ സർക്കാരിനെ താഴെക്കളയാമെന്ന് നെതന്യാഹുവോ റേസ പെഹ്ലാവിയോ ചിന്തിക്കില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ ഇനി എന്താണ് പോംവഴി എന്നാലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവർ മുമ്പിൽ യാതൊരു പോംവഴികളുമില്ല. മിലിറ്ററി ആക്ഷനും പറ്റില്ല, കലാപവും പറ്റില്ല. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ട്രംപിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ശത്രുവല്ല. അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ ഇറാനെ ശത്രുവായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാനെ ഒരു ശത്രുവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ശത്രുതയില്ല. അതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അധികാരത്തിൽ വന്ന ഒന്നാമത്തെ ട്രംപ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു ശത്രുവായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഇറാനെക്കുറിച്ചുള്ള ധാരണ മറ്റൊന്നായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്ന സമയത്ത് ബരാക് ഒബാമ ഇറാൻ അനുകൂലമായിട്ടുണ്ടാക്കിയ ഒരു ഉടമ്പടി ഇല്ലാതാക്കുകയും തുടർന്ന് ഇറാന് കൂടുതൽ സാങ്ഷൻ ഏർപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം 4 കൊല്ലം ഭരിച്ചു. 4 കൊല്ലം ഭരിച്ചു കഴിഞ്ഞ് അദ്ദേഹം രണ്ടാമത് വീണ്ടും പ്രസിഡൻ്റായിട്ട് വരാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ അധികാരത്തിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടി ചില ആൾക്കാർ ശരിയായിട്ട് കളിച്ചു. അത്തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ ചില അട്ടിമറികൾ നടത്തിയാണ് അവർ ബൈഡനെ അധികാരത്തിൽ കയറ്റിയത്. ട്രംപിന് ആ സമയത്ത് മനസ്സിലായി
യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും തൻ്റെയും ഒക്കെ ശത്രു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് പുറത്തല്ല, അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അവരാണ് തന്നെ തോൽപ്പിച്ചത്. തുടർന്ന് നമ്മൾ കാണുന്നത് വേട്ടയാടപ്പെടുന്ന ഒരു ട്രംപിനെയാണ്. അധികാരത്തിൽ നിന്നും പുറത്തു വന്ന ട്രംപിനെ അവിടുത്തെ നിയമവ്യവസ്ഥ നിർദാക്ഷിണ്യം വേട്ടയാടി. അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ വന്നു. അദ്ദേഹം ഇനി ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് മാത്രമല്ല, അദ്ദേഹം ഒരുപക്ഷെ ആജീവനാന്തം ജയിലിലായിരിക്കും എന്ന ഒരു ധാരണ പോലും നമുക്കെല്ലാവർക്കും ഉണ്ടായി. എന്നാൽ ട്രംപ് അതിബുദ്ധിമാനായ മനുഷ്യനാണ്. അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ച് വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റായി. അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാനുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയം മുതലുണ്ട്. അക്കൂട്ടത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യമില്ല. കാരണം അദ്ദേഹം രണ്ടാമത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, ഇറാനെതിരെയുള്ള ഉപരോധം നീക്കണം, റഷ്യക്കെതിരെയുള്ള ഉപരോധം നീക്കണം, യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യണം. ഇറാനും റഷ്യയ്ക്കും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് അവർക്ക് നമ്മുടെ ഡോളർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ക്ഷീണം നമുക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കാൻ വേണ്ടി ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ശ്രമം ആരംഭിച്ചു. ട്രംപ് തന്നെയാണ് ശ്രമം ആരംഭിച്ചത്. ഇറാനുമായിട്ട് ചർച്ചകൾ തുടങ്ങി. ആ ചർച്ചകൾ ഏതാണ്ട് 3-4 റൗണ്ട് നടന്നു. വളരെ വിജയകരമായ രീതിയിൽ ചർച്ചകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രംപ് ഇറാൻ്റെ ഉപരോധം നീക്കും, അതോടെ ഇറാൻ വളരെയധികം കരുത്താർജിക്കും എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ആ ചർച്ചകൾക്കിടെ തന്നെ ഇറാനെ കയറി ആക്രമിച്ചത് ആത്മഹത്യാപരമായൊരു നീക്കമായിരുന്നു. ഇസ്രായേൽ ഒരിക്കലും ഡയറക്റ്റ് ഇറാനെ ആക്രമിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇസ്രായേലിന് അത് ചെയ്തേ പറ്റുകയുള്ളായിരുന്നു. ഇല്ലെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഡീലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഫ്രീ ആകും. ഇറാൻ ഫ്രീ ആയി കഴിഞ്ഞാൽ, അതായത് അവരുടെ മേലുള്ള ഉപരോധങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ, പിന്നീട് അവരുടെ വളർച്ച എന്ന് പറയുന്നത് ശരവേഗത്തിലായിരിക്കും. ശരവേഗത്തിൽ. ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയധികം കരുത്തവർക്കുണ്ടെങ്കിൽ ഉപരോധം കൂടെ നീങ്ങിക്കഴിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതൊരിക്കലും സംഭവിക്കരുത് എന്ന് നെതന്യാഹുവിനെ പിന്നിലിരുന്നുകൊണ്ട് ചരട് വലിക്കുന്നവർക്ക് നിർബന്ധമുണ്ടായത് അമേരിക്കയിലെ വമ്പൻ കോടീശ്വരന്മാരായിട്ടുള്ള യഹൂദന്മാർക്ക്. അതുകൊണ്ടാണ് നെതന്യാഹുവിനോട് അവർ പറഞ്ഞ് നിങ്ങൾ കയറി അടിക്കാൻ. പക്ഷേ അടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നെതന്യാഹുവിന് മനസ്സിലായി വേണ്ടായിരുന്നു എന്ന്. എങ്കിലും അയാളുടെ ലക്ഷ്യം നിറവേറി. ഇറാൻ്റെ അടി കൊണ്ട് വശം കിട്ടെങ്കിലും ഒടുവിൽ അമേരിക്ക ഒന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഡീലിലെത്തരുത്. ആ ഡീൽ അവരെത്തിയില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ സർക്കാരിനെ താഴെയിറക്കിയിട്ട് റേസാ പഹ്ലാവിയെ, അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും, ഇപ്പോൾ റേസാ പഹ്ലാവിയാണ് അവരുടെ കയ്യിലുള്ള ഒരു സാധനം. അപ്പോൾ അയാളെ കൊണ്ട് അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലായിരിക്കും മിഡിൽ ഈസ്റ്റ് ഭരിക്കുക. ഇസ്രായേലിനെതിരെ നിൽക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യം അവിടെ ഇല്ല. ഈ അറബ് രാജ്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ വെറും പൊട്ടന്മാരാണ്. അവർ അമേരിക്കയുടെ അടിമത്തത്തിൽ നിന്നുകൊണ്ട് പണം മാത്രം നോക്കി മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ധൈര്യപ്പെട്ട് അവരുടെ ഇടയിലേക്ക് കടന്നു കയറാത്തത്. എന്നാൽ ഇറാനെ ഈ അറബ് രാജ്യങ്ങളൊന്നും അത്ര അംഗീകരിക്കുന്നില്ല. എങ്കിലും അവർക്കെല്ലാം തന്നെ ഇറാനോട് ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്, ബന്ധമുണ്ട്, വ്യാപാര ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ തുറന്ന് അതങ്ങോട്ട് പറയാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ ഒന്നും അവർ തയ്യാറല്ല. എന്തുതന്നെയായാലും ശരി, ഞാൻ ട്രംപിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ട്രംപ് യഥാർത്ഥത്തിൽ ഇറാനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള യഹൂദന്മാരെ പിണക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അമേരിക്കൻ എക്കണോമിയുടെ നട്ടല് മാത്രമല്ല, അമേരിക്കയിലെ ഒട്ടുമിക്ക വമ്പൻ ബിസിനസ്സുകളെയും എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് യഹൂദന്മാരാണ്. അപ്പോൾ അവരെ പിണക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇറാനെ ഒരു ശത്രുവായിട്ട് കാണുന്നതും പലതും പറയുന്നത്. പക്ഷേ ട്രംപ് ഒരിക്കലും ഇറാനെ ആക്രമിക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും എന്ന് പറയേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അമേരിക്കയിലുള്ള യഹൂദന്മാരുടെ ആ സപ്പോർട്ട് നഷ്ടപ്പെടും. വീണ്ടും ഒരിക്കൽ കൂടി പ്രസിഡൻ്റ് ആകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു അഗ്നിപരീക്ഷയിലൂടെയാണ് ഈ പ്രക്ഷോഭ സമയത്ത് കടന്നുപോയത്. പക്ഷേ അവരതിനെ വളരെ ഭംഗിയായിട്ട് നേരിട്ട് ആ കലാപം അടിച്ചമർത്തി. ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരും ഇനി എന്ത് എന്നുള്ള ആലോചനയിലാണ്. ഇനി എന്ത് ചെയ്യും? ഒരു വഴിയിൽ കൂടിയും അവരെ തകർക്കാൻ പറ്റുന്നില്ല. ഉപരോധങ്ങൾ കടുപ്പിച്ചിട്ട് അവർ തകരുന്നില്ല. യുദ്ധം ചെയ്തിട്ട് അവർ തകരുന്നില്ല. അവസാനം കലാപം നടത്തി നോക്കിയിട്ടും അവർ തകർന്നില്ല. അവർ തലയുയർത്തി നിൽക്കുകയാണ്. ഇനി ഇസ്രായേലോ ലോകത്ത് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റെല്ലാ രാജ്യങ്ങളും എങ്ങനെയൊക്കെ ഏതൊക്കെ വഴിയിലൂടെ ശ്രമിച്ചാലും അവർ വിജയിക്കാൻ പോകുന്നില്ല. കാരണം ഓരോ അഗ്നിപരീക്ഷ കടന്ന് മുമ്പോട്ട് പോകുന്തോറും ഇറാൻ്റെ കരുത്ത് കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കഷ്ടകാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ കഷ്ടകാലത്തെ നേരിടാനുള്ള ശക്തി കിട്ടുന്നത്. അപ്പോൾ ഇറാൻ്റെ മേൽ വരുന്ന ഓരോ യുദ്ധവും ഓരോ പ്രശ്നവും
അവർക്ക് കൂടുതൽ കരുത്ത് നൽകുകയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഊർജവും വഴികളും സാങ്കേതിക വിദ്യകളും അവർക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹു ഇപ്പോൾ പതനത്തിൻ്റെ വക്കിലാണ്. നെതന്യാഹുവിനെ കൊണ്ട് ഈ കളികൾ കളിക്കുന്നവർക്കോ ഇനി ഒരു കാലത്തും ഇറാനെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. അത് വളരെ വ്യക്തമായിട്ട് ഡൊണാൾഡ് ട്രംപിനും അറിയാം. ഡൊണാൾഡ് ട്രംപ് ഏറെ വൈകാതെ ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തി ഇറാൻ്റെ മേലുള്ള ഉപരോധം എടുത്തു കളയും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാത്തിരുന്ന് കാണാം. താങ്ക് യു.